നമുക്കിന്ന് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ ഒരു ശ്ലോകം കേൾക്കാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവാദരോ ദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതി. അതായത് യദ്യദാചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാർ നമ്മൾ പറയല്ലേ നാട്ടിൽ വലിയ ആൾക്കാരെന്നൊക്കെ പറയുന്നത്, എന്തായാലും എല്ലാവരും അംഗീകരിക്കുന്നവർ, അവർ എന്താണോ ചെയ്യുന്നത് അത് എന്ത് ചെയ്യും, ബാക്കി എല്ലാ ജനങ്ങളും അത് അംഗീകരിക്കും, അതുപോലെ പിന്തുടരും. സയത് പ്രമാണം കുരുതേ, അതായത് ഇങ്ങനെ കാണിക്കുന്ന അത് പ്രമാണമായിട്ട് എല്ലാവരും കണക്കാക്കും. ഇന്നലെ വരെ ഇല്ലാത്തതാണെങ്കിലും ഇന്ന് അത് പ്രമാണമായിട്ട്, ഇന്ന് മുതൽ എല്ലാവരും പ്രമാണമായിട്ട് കരുതി എന്നിട്ടെന്ത് ചെയ്യും, ലോകർ എല്ലാവരും അത് അനുവർത്തിക്കും. നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ അല്ലേ. അതായത് കാരണം ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു അതാണ് മറ്റുള്ളവർ അനുകരിക്കുന്നത്. ഇന്നലെ വരെ ആചാരമല്ലാതിരുന്നതും ഇന്ന് ആരെങ്കിലും ശ്രേഷ്ഠന്മാർ ആചരിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ആചാരം അതാകും. അത് എപ്പോഴും കാണുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അറിയാമല്ലോ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ വേഷങ്ങളൊക്കെ മാറുന്നതൊക്കെ, ഈ ഫാഷനൊക്കെ മാറുന്നത് എങ്ങനെയാണ്, സിനിമാ താരങ്ങളും അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് അതാണ് വളരെ ശ്രേഷ്ഠമെന്ന് കരുതി എല്ലാവരും അത് ചെയ്യുന്നു. അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത്. കാരണം അതിന് നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും അതേ വിചാരിക്കുള്ളൂ ഇല്ലേ. പക്ഷേ ഇതിനെപ്പറ്റി തന്നെ അടുത്ത ശ്ലോകമല്ല, അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടേ. അതായത് കൃഷ്ണന് എനിക്ക് യാതൊരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാവരും കർമ്മം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. എനിക്ക് ഒന്നും ലഭിക്കാനുമില്ല, എനിക്കൊന്നും ആഗ്രഹിക്കാനുമില്ല, എനിക്ക് ആഗ്രഹവുമില്ല, ഒന്നും എടുക്കാനും ഒന്നും കൊടുക്കാനും ഒന്നുമില്ല. പക്ഷേ പിന്നെ ഞാനെന്തിനാ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മം രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ട, പിന്നെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഞാൻ കർമ്മമൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലുണ്ടല്ലോ, അപ്പം ജനങ്ങളൊക്കെ പറയും, രാജാവ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല, ഒരു പണിയെടുക്കണമല്ലോ, ചുമ്മാ ഇരിക്കുക, പിന്നെ ഞങ്ങളെന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ചിന്താഗതി വരും. അതുകൊണ്ട് അദ്ദേഹം ഇത് അംഗീകരിക്കുന്നുണ്ട്, ഈ ഒരു തത്വം അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹമാണല്ലോ ഇത് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മളും എന്താ വേണ്ടത്? നമ്മൾ കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലം തരും ഈശ്വരനൊടുവിൽ. അതല്ലേ അതിൻ്റെ കാര്യം.